പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം. ഞാനും ജാമിദ് ടീച്ചറൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. 2 മാസത്തേക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ കഴിയുന്നവർ കടമായിട്ട് തന്നെ സഹായിക്കണമെന്നും പറഞ്ഞുകൊണ്ടും. പക്ഷേ അതിലേക്ക് ഒരുപാട് ആളുകൾ കടമായിട്ടല്ലാതെ തന്നെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടും നമ്മളോടുള്ള ആത്മാർത്ഥത കൊണ്ടും സഹായിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കൽ തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾക്ക് ബന്ധുക്കളോ അതല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഇല്ല എന്നുള്ളതാണ് സത്യം. അത്തരത്തിൽ നമ്മുടെ ഈ ചാനൽ മേഖലയിലുള്ള അതല്ലെങ്കിൽ നമ്മളോട് സ്നേഹമുള്ള നമ്മുടെ സംഘബന്ധുക്കൾ തന്നെയാണ് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പുറത്ത് ഒരാളോട് ഒരു രൂപ കടം ചോദിക്കാനോ അതല്ലെങ്കിൽ ഒരു രൂപ സഹായിക്കണമെന്ന് പറയാനോ പറ്റാത്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചാനലിലൂടെ പല കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഈ എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് മാത്രമേ നമ്മൾക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് ഉള്ളൂ എന്നതാണ് സത്യം. കാരണം നമ്മൾ ഈ ചാനൽ മേഖലയിലേക്ക് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധുക്കളായാലും നമ്മുടെ സുഹൃത്തുക്കളായാലും നാട്ടുകാരായാലും നിങ്ങൾക്ക് അറിയാലോ, പ്രത്യേകിച്ച് ഞാൻ ജീവിക്കുന്നതൊക്കെ പെറ്റു വളർന്ന് ജീവിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്, നിലമ്പൂർ സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആയിരിക്കും ഇവരുടെയൊക്കെ ആ ഒരു ശത്രുത മനോഭാവം എന്നറിയാമല്ലോ. അതുകൊണ്ട് മാന്യ പ്രേക്ഷകർ തന്നെയാണ്, സംഘബന്ധുക്കൾ തന്നെയാണ് എന്റെ സുഹൃത്തുക്കൾ, എന്റെ ബന്ധുക്കൾ. അതുകൊണ്ട് എനിക്കൊരു തളർച്ച വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് മാത്രമാണ് അഭ്യർത്ഥിക്കുക. അപ്പോൾ ജാമിദ ടീച്ചറും തന്നെ എന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ടീച്ചറും കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ബൈജുവിനെ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമാണ്. എന്റെ സുഹൃത്തുക്കളും എന്റെ ബന്ധുക്കളും എന്റെ ചാനൽ പ്രേക്ഷകർ തന്നെയാണ്. അപ്പൊ അത് കണ്ടുകൊണ്ടാണ് ജാമിദ ടീച്ചറും കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പൊ ഇതിന്റെ ആദ്യ കമന്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. വീണ്ടും പറയാം, എനിക്ക് എന്റെ വ്യക്തമായുള്ള കാര്യങ്ങൾ, അത് സഹായമായാലും അപേക്ഷയായാലും എല്ലാം എനിക്ക് വെക്കാനുള്ളത് മാന്യ പ്രേക്ഷകർക്ക് മുൻപിലാണ്. കാരണം എന്റെ സുഹൃത്തുക്കളായാലും എന്റെ ബന്ധുക്കളായാലും അതെല്ലാം എന്റെ ഈ ചാനൽ പ്രേക്ഷകർ തന്നെയാണ്. അതിലേക്ക് എന്റെ ബന്ധുക്കളായാലും എന്റെ സുഹൃത്തുക്കളായാലും എന്നെ വിട്ടുപോയത് ഈ ഒരു പച്ചയായ യാഥാർത്ഥ്യങ്ങൾ പച്ചയ്ക്ക് പറയുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സഹായിക്കാൻ പറ്റുന്നവർ ആദ്യ കമന്റ് വാച്ച് ചെയ്യുക, ആദ്യ പിൻ ചെയ്ത് വെച്ച കമന്റ് നോക്കുക എന്ന് മാത്രം വീണ്ടും അഭ്യർത്ഥിച്ചുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം. നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ജയസൂര്യൻ സാർ, വലിയ ഒരു വൻമരം വീണു എന്നൊരു സിനിമ ഡയലോഗ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വീണ എന്ന് പറയുന്ന വൻമരം വീഴാൻ പോകുന്നു അതല്ലെങ്കിൽ വീണിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് സ്ഥിരീകരണത്തോടെ പുറത്തു വരുന്നത്. അത് SFI എന്ന് പറയുന്ന അന്വേഷണ ഏജൻസി തന്നെ പുറത്തുവിട്ട വിവരങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാണ്. ഒരുപാട് നാളായി നമ്മളൊക്കെ കേൾക്കാൻ കൊതിച്ചിരുന്ന, കാണാൻ കൊതിച്ചിരുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇന്ന് ഈ ഒരു ലൈവ് സെഷൻ പോകുന്നത്. എങ്ങനെയാണ് സാർ ഈ ഒരു വലിയൊരു അഴിമതിക്കാരി അതല്ലെങ്കിൽ അഴിമതിയുടെ കൂമ്പാരം കൊണ്ട് നടക്കുന്ന ആ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള എങ്ങനെയാണ് അങ്ങയുടെ ആ ഒരു വീക്ഷണം വരുന്നത്? ഇതുവരെ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭാ അംഗങ്ങൾക്കും മന്ത്രിസഭയ്ക്കുമൊക്കെ എതിരെ ഉണ്ടായിട്ടുള്ളതെല്ലാം ആരോപണങ്ങളാണ്, തെളിവുകളില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം പ്രതിരോധിച്ചിരുന്നത്. പക്ഷെ ഈ കേസ്, ഇപ്പൊ SFIOയുടെ ഈ കേസില് തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനുള്ള പഴുതുകൾ വളരെ കുറവാണ്. കാരണം ഇവിടെ ഈ CMRL എന്ന് പറയുന്ന കമ്പനി ശരിക്കും വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിച്ചുകൊണ്ട് പിഴയടച്ച് അവസാനം അവരുടെ ആ ഒരു തുക കോംപ്രമൈസ് ചെയ്യുന്ന ഒരു നിലപാട് നമുക്ക് കാണാൻ പറ്റും. അതായത് സെറ്റിൽമെന്റ് ആണ് അവിടെ ഉണ്ടായത്. അപ്പൊ ആ സെറ്റിൽമെന്റിൽ 185 കോടി രൂപയ്ക്ക് പകരം 90 കോടി രൂപ അടച്ചുകൊണ്ട് സെറ്റിൽ ചെയ്തു. എന്ന് പറഞ്ഞാൽ ചെയ്ത കുറ്റം സമ്മതിക്കുന്നു, പക്ഷെ അത് ഒത്തുതീർപ്പാക്കണം, അതിനുവേണ്ടി ഇത്ര രൂപ അടയ്ക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ സമീപിക്കാം. അത് എല്ലാ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ആർക്കും സമീപിക്കാം. സെറ്റിൽമെന്റ് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് ധനകാര്യപരമായിട്ടുള്ള ഒരു നയം തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റം സമ്മതിക്കണം എന്നുള്ളതാണ്. ഇവിടെ കുറ്റം സമ്മതിച്ചു. അങ്ങനെ കുറ്റം സമ്മതിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 90 കോടി രൂപ അടച്ചുകൊണ്ട് ആ വിഷയം അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അങ്ങനെ അവസാനിക്കുമ്പോൾ മറ്റൊരു വിഷയം തുടങ്ങുകയാണ്. അതായത് ഈ KMRL എന്ന് പറയുന്ന ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനി പബ്ലിക്കിന്റെ ഷെയറും എടുത്തിട്ടുണ്ട്. അതായത് KSIDC എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഷെയറാണ് ഈ സ്ഥാപനത്തിലെ 14%. അപ്പൊ 14%-ഓളം ഷെയർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പൊതുഖജനാവിലെ പണമാണ്, പൊതുജനങ്ങളുടെ പണമാണ്. അതുപോലെ പൊതുജനങ്ങൾക്കും അതിന്റെ ഷെയർ വാങ്ങാൻ സാധിക്കുമായിരുന്നു. ഏതായാലും കേരള ഗവൺമെന്റിന് മാത്രമുണ്ടായ നഷ്ടം 18 കോടിയാണ്. ഈ 18 കോടി രൂപ പൊതുഖജനാവിന് നഷ്ടം വരികയും മറ്റ് ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് ഷെയർ ഹോൾഡേഴ്സിന് നഷ്ടം വരികയും ചെയ്ത സാഹചര്യത്തിൽ ഇതൊരു പൊതു മുതൽ മോഷണം എന്നുള്ളതാണ് അതിൽ നിയമപരമായി കണ്ടെത്തുന്ന ഒരു വസ്തുത. ഇനി മറ്റൊരു കാര്യം, എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ബാംഗ്ലൂർ ആസ്ഥാനമായി ആരംഭിക്കുകയുണ്ടായി. ആ കമ്പനി ഈ സ്ഥാപനത്തിന് വളരെയേറെ സർവീസുകൾ ചെയ്തു കൊടുക്കുന്നതിന്റെ ഫലമായി 1.76 കോടി രൂപ കൈപ്പറ്റിയിട്ടുണ്ട് എന്നും രേഖയുണ്ട്.
പക്ഷേ ഈ കമ്പനിയുടെ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ട് അവരിൽ നിന്ന് തെളിവെടുക്കുമ്പോൾ അങ്ങനെ യാതൊരു വിധത്തിലുള്ള സർവീസും കിട്ടിയതായി അവർ പറയുന്നില്ല. അതായത് അന്വേഷണത്തിൽ കേന്ദ്ര ഏജൻസിക്ക് SFIOയ്ക്ക് കിട്ടിയ വിവരം അങ്ങനെ ഒരു സർവീസ് കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരു സേവനത്തിന് വേണ്ടി ഈ പണം മുടക്കിയിട്ടുമില്ല എന്നാണ്. അപ്പോൾ പിന്നെ ഈ പണം എന്തിനു വേണ്ടിയായിരുന്നു? അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ആധാരം എഴുതുമ്പോൾ ആധാരത്തിലെ വില പിന്നെ യഥാർത്ഥ വില അങ്ങനെയുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ ഒരു കമ്പനിയെ മുൻനിർത്തി ആ കമ്പനിയും വേറൊരു കമ്പനിയുമായിട്ടുള്ള ഒരു കരാറുണ്ടാക്കി ആ കരാർ പ്രകാരം ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ സഹായിക്കുന്നു. അതായത് പിണറായി വിജയന്റെ മകളുടെ വീണ വിജയന്റെ കമ്പനി മറ്റൊരു കമ്പനിയെ സഹായിക്കുന്നതിന് വേണ്ടി അവർ കൊടുക്കുന്ന സർവീസിന് 1,76,00,000 രൂപ വാങ്ങുന്നു. എല്ലാം നിയമവിധേയമാണ്. നമുക്ക് പുറമേ നോക്കിയ ഒരു കുറ്റവും പറയാൻ പറ്റില്ല, നിയമത്തിന്റെ മുമ്പിൽ വളരെ വ്യക്തമാണ് എന്ന് തോന്നും. പക്ഷേ എന്ത് സർവീസ് കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ പറയാൻ മറുപടിയില്ല. എങ്ങനെയുള്ള സർവീസ് കിട്ടിയെന്ന് കമ്പനിയോട് ചോദിക്കുമ്പോൾ കമ്പനിക്കും മറുപടിയില്ല. അപ്പൊ കൊടുത്തവർക്കും വാങ്ങിച്ചവർക്കും സർവീസിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി ഇല്ലാതെ വരുമ്പോൾ കൊടുത്ത തുക പിന്നെ എന്തിനാണ്? മാത്രമല്ല ഈ കമ്പനി സിംഗിൾ ഡയറക്ടർ കമ്പനിയാണ്. പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ അല്ലാതെ മറ്റൊരു ഡയറക്ടർ ആ കമ്പനിക്കില്ല. ആ കമ്പനിയിലെ സിംഗിൾ ഡയറക്ടർക്ക് ഗ്യാരണ്ടി നിൽക്കുന്നത് പിണറായി വിജയന്റെ ഭാര്യ കമലാ വിജയനാണ്. ഈ കമ്പനിയുടെ സിംഗിൾ ഡയറക്ടർ ആയിട്ടുള്ള ഉടമസ്ഥയായിട്ടുള്ള വീണ വിജയന്റെ അഡ്രസ്സായിട്ട് കൊടുത്തിരിക്കുന്നത് AKG സെന്റർ ആണ്. തിരുവനന്തപുരത്തെ പാർട്ടി ഓഫീസ് ആയിട്ടുള്ള AKG സെന്റർ ആണ്. അപ്പോൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് 3 പേരുടെ ഇൻവോൾവ്മെന്റ് വരുന്നു. ഒന്ന് വീണ വിജയൻ, 2 വീണ വിജയന്റെ ഗ്യാരണ്ടർ ആയിട്ടുള്ള വീണ വിജയന്റെ മാതാവ് അതായത് മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലാ വിജയൻ, പിന്നെ ഇവർ 2 പേരും ഉൾപ്പെട്ട് നടത്തുന്ന ഈ തട്ടിപ്പിൽ മുഖ്യമന്ത്രി. എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ തരത്തിലുള്ള വലിയ ഓർഡറുകൾ കിട്ടാൻ കാരണം? ഇല്ലാത്ത കമ്പനിയുടെ പേരിൽ, ഇല്ലാത്ത സർവീസിന്റെ പേരിൽ ഇത്ര വലിയ ഓർഡർ കിട്ടണമെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയും കൂടി അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു വലിയ എക്സർസൈസ് ആണ്, അഴിമതിക്ക് വേണ്ടിയുള്ള എക്സർസൈസ് ആണ്. ഇനി എക്സാലോജിക് എന്ന് പറയുന്ന വീണ വിജയന്റെ കമ്പനി ബാംഗ്ലൂരിൽ എവിടെയാണ് പ്രവർത്തിക്കുന്നത് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് അറിയുന്നത് ആ കമ്പനി പൂട്ടിപ്പോയി, ആ കമ്പനി നിലവിലില്ല. പക്ഷേ ഇവിടെ SFIO ചോദിക്കുന്ന ഒരു ചോദ്യം, ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി എന്തിനാണ് പൂട്ടുന്നത്? നഷ്ടം വന്നിട്ട് പൂട്ടുകയാണെങ്കിൽ മനസ്സിലാകും, അതിന് ലിക്വിഡേഷൻ എന്ന് പറയുന്ന നടപടിക്രമമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല. കമ്പനി ലാഭത്തിൽ പ്രവർത്തിക്കുമ്പോൾ പൂട്ടിപ്പോകുന്നു എന്ന് പറയുമ്പോൾ അന്വേഷണം വരുന്നതിന് മുമ്പ് കമ്പനി ഇല്ലാതാക്കി. അപ്പോൾ ഇത്രയും വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി 20-ാം തീയതി വിധി പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് നടന്ന കേസുകളെ പോലെയല്ല, ഇവിടെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള എവിഡൻസ് ഉണ്ട്. ഈ പറയുന്ന ഈ കമ്പനി മറ്റു പലർക്കും പണം കൊടുത്തിട്ടുണ്ട് എന്നാണ് അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ പിണറായി വിജയനുണ്ട്, അതിൽ VD സതീശനുണ്ട്, അതിൽ രമേശ് ചെന്നിത്തലയുണ്ട്, അതിൽ സുധാകരനുണ്ട്, അതിൽ കുഞ്ഞാലിക്കുട്ടിയുണ്ട്, ഇബ്രാഹിം കുട്ടിയുണ്ട്. അങ്ങനെ പലരുടെയും പേരുകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള UDF LDF വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും സാന്നിധ്യം അവിടെയുണ്ട്. പക്ഷെ BJPയുടെ ഒരു നേതാവിന് പോലും ഒരു പൈസ പോലും കൊടുത്തതായി ഒരു തെളിവുമില്ല. അപ്പോൾ BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സംവിധാനങ്ങളും ഒക്കെയാണ് ഈ പണം വാങ്ങുന്നത്. അപ്പോൾ ഇതിന്റെ പിന്നില് ഇതൊരു ഷെൽ കമ്പനിയാണ്, ഒരു വ്യാജ കടലാസ് കമ്പനിയാണ്. ആ കമ്പനിയുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്, മുഖ്യമന്ത്രിക്ക് കൈക്കൂലി വാങ്ങാൻ വേണ്ടിയുള്ള നിയമവിധേയമായ ഒരു സംവിധാനം എന്നുള്ള നിലയിലാണ് എക്സാലോജിക്കിനെ കൊണ്ടുവന്നതും അവസാനം എക്സാലോജിക്ക് തന്നെ അപ്രത്യക്ഷമായി പോയതും. അപ്പോൾ ഇത്ര വ്യക്തവും കൃത്യവുമായ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് വരുന്നത്. അതുകൊണ്ട് ഈ കേസിൽ മുഖ്യമന്ത്രി കുടുങ്ങും, അദ്ദേഹത്തിന്റെ ഭാര്യ കുടുങ്ങും, അദ്ദേഹത്തിന്റെ മകള് കുടുങ്ങും എന്നുള്ളതാണ് ഇതുവരെയുള്ള നമ്മുടെ കേസിന്റെ നാൾവഴികളെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം. മാത്രമല്ല ഈ കേസ് വളരെ വേഗത്തിൽ തീർപ്പായി 20-ാം തീയതി വിധി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എതിർവാദങ്ങളുമായി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അതായത് പിണറായി വിജയന്റെ മകൾക്ക് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന കമ്പനിയുടെ ട്രാക്ക് റെക്കോർഡും മോശമാണ്. കാരണം അവര് നികുതി വെട്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, അതിന് അവര് തീർച്ചയായിട്ടും പിഴ അടച്ചിട്ടുണ്ട്, സെറ്റിൽമെന്റ് നടത്തിയിട്ടുണ്ട്, അതൊക്കെ വ്യക്തമാണ്.
ഇതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. വ്യക്തവും കൃത്യവുമായ തെളിവ്, കൂടാതെ സാഹചര്യ തെളിവ്, ഇതെല്ലാം ഇതിന് പിൻബലമായിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല. പിണറായി വിജയൻ നല്ല ഒരു മാതൃക ഡൽഹിയിലുണ്ടല്ലോ. എന്നെ പിടിച്ച് ജയിലിലിട്ടാലും ഞാൻ മുഖ്യമന്ത്രി കസേര എന്ന് വിടുകല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറ്റേണ്ടി വരുന്നതും, പിന്നെ വേറൊരു വലിയ ഗുണം ഓഫീസ് മാത്രമല്ല, സകുടുംബം പോകാമെന്നുള്ളതാണ്. എല്ലാ കുടുംബാംഗങ്ങളും ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മുഖ്യമന്ത്രി സകുടുംബം ജയിലിലേക്ക് പോവുക. അത്രമാത്രം തെളിവുകൾ ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേസിന്റെ ഇതുവരെയുള്ള നാൾവഴികളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത. സാറ് പറഞ്ഞപ്പോ നമുക്ക് സംസ്കാരവും അതുപോലെ മാനാഭിമാനങ്ങൾ, അതല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ നാണവും മാനവും ഉളുപ്പും എന്നുള്ളതൊക്കെ അവനവന്റെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഉളുപ്പില്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ എത്രത്തോളം എന്ന് പിണറായി വിജയൻ അതിന്റെ മാക്സിമം കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രത്തോളം കാണിച്ചിട്ടും ഈ പറയുന്ന പ്രബുദ്ധ മലയാളിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത്, അതല്ലെങ്കിൽ ഈ രാഷ്ട്രീയ അടിമത്തം, രാഷ്ട്രീയ തിമിരം കൊണ്ട് അവർ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിരുന്നാലും ഇയാൾക്ക് ഇനിയും എത്രത്തോളം ആളുകളെ പറ്റിച്ചുകൊണ്ട് ഇതേ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും സാർ? കേരളത്തിന്റെ ഒരു പ്രത്യേക മാനസികാവസ്ഥ ഈ തട്ടിപ്പിന് അനുകൂലമാണ്. നോക്കൂ, ആട്, തേക്ക്, മാഞ്ചിയം പോലെയുള്ള തട്ടിപ്പ് കമ്പനികൾ ഇന്ത്യയിലെ ഓടിയെത്തി അവരുടെ കൊയ്ത്ത് നടത്തുന്നത് കേരളത്തിലാണ്. അതുപോലെയുള്ള സകല തട്ടിപ്പുകളും മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും, എന്തിനു വേണ്ട ആഭിചാരക്രിയകളും, അതിനെ തുടർന്നുള്ള കൊലപാതകങ്ങൾ വരെ കേരളത്തിന്റെ പ്രബുദ്ധ കേരളത്തിന്റെ മണ്ണിലാണ് നടക്കുന്നത്. നമ്പർ 1 ആണ് അക്കാര്യം. ഏറ്റവും അവസാനം ഒരു പട്ടികജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടി, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി 65 പേരോളം 5 വർഷക്കാലം നിരന്തരമായി പീഡിപ്പിച്ചതും ഈ നമ്പർ 1 കേരളത്തിലാണ്. അപ്പോൾ ഇതൊക്കെ മലയാളി കാണാത്തത് കൊണ്ടാണോ? അല്ല. പക്ഷെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളിയുടെ സ്വാർത്ഥ താല്പര്യങ്ങളും സ്വപ്നങ്ങളും താലോലിക്കുകയും അത് നടത്തിക്കൊടുക്കുകയും ചെയ്യുന്ന കാട്ടുകള്ളന്മാരുടെയും ആന കൊള്ളക്കാരുടെയുമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഇവിടെ ഉള്ളപ്പോ ആ ഒരു ഗവൺമെന്റിനെ അധികാരത്തിൽ നിലനിർത്തിക്കൊണ്ട് പരമാവധി കൊള്ളയടിക്കാനുള്ള താല്പര്യമാണ് മലയാളി പ്രദർശിപ്പിക്കുന്നത്. നാളെ വരാൻ പോകുന്ന തലമുറയ്ക്ക് ഇവിടെ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. പുതിയ തലമുറ വിദേശത്തേക്ക് ജോലി തേടി പോകുന്നു, വിദ്യാഭ്യാസം തേടി പോകുന്നു. മലയാളികൾ കേരളത്തിൽ കുറഞ്ഞു വരുന്നു. 40 ലക്ഷത്തോളം അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കപ്പെടുന്ന റോഹിംഗ്യൻ അടക്കമുള്ള വിദേശികൾ കേരളത്തിൽ വന്ന് നിറയുന്നു. അവര് കേരളത്തിൽ നിന്ന് ഒരു വർഷം ഏതാണ്ട് 40,000-ഓളം കോടി രൂപ ഇവിടെ പണിയെടുത്ത് അവരവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അതിന് കേരളം കടക്കണിയിൽ ആണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. സാമ്പത്തിക രംഗം കേരളത്തില് ഇപ്പോൾ ഉള്ളതില് 60-70% മലയാളികളും കടക്കണിയിലാണ് എന്നൊരു സർവേ റിപ്പോർട്ട് കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ പുതിയ തലമുറ കേരളവും ഇന്ത്യയും വിട്ട് ഓടുന്നു എന്നതും കണ്ടു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബുദ്ധിയുള്ളവരും ജീവിക്കാൻ ആഗ്രഹമുള്ളവരും നാടൻ ഭാഷയിൽ ജീവനിൽ കൊതിയുള്ളവരെല്ലാം കേരളം വിട്ട് ഓടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അത് ഈ കാട്ടുകള്ളന്മാർക്ക് വളരെയേറെ അനുകൂലമാണ്. കാരണം പ്രതിഷേധിക്കാൻ ഇവിടെ ജനങ്ങളില്ല, വോട്ട് ചെയ്ത് തോൽപ്പിക്കാൻ ഇവിടെ ആൾക്കാരില്ല. അപ്പോൾ ആരെയും ഭയപ്പെടേണ്ടതില്ല, വീണ്ടും അധികാരത്തിൽ വരാം എന്നുള്ളൊരു അമിത ആത്മവിശ്വാസം പിണറായി വിജയനെ പിടികൂടിയിട്ടുണ്ട്. അതിന് ശാസ്ത്രീയമായ അടിത്തറ ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങളെയും, പെൻഷൻ ആയി കഴിഞ്ഞവർക്ക് സംഘടന, സർവീസിലുള്ളവർക്ക് സംഘടന, അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നവരുടെ സംഘടന, റാങ്ക് ലിസ്റ്റിൽ പേരുള്ളവരുടെ സംഘടന, അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും സംഘടനയുണ്ടാക്കി ആ സംഘടനയ്ക്കകത്തെല്ലാം ക്ഷേമനിധി ഉണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പാവങ്ങളെ വീണ്ടും വീണ്ടും തുരന്നു തിന്നുന്ന ഒരുതരം പ്രാകൃത ട്രേഡ് യൂണിയനിസം കേരളത്തിന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിൽ അരങ്ങുവാഴുമ്പോൾ കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം സാങ്കേതികമായി അസാധ്യമാകുന്ന ഒരു അന്തരീക്ഷമാണ് CPM ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനെയൊക്കെ അതിലംഘിക്കാൻ കേരളത്തിലെ പൊറുതിമുട്ടിയ ജനം തയ്യാറായാൽ ഇടതുപക്ഷ മുന്നണി താഴെ പോകും, വലതുപക്ഷ മുന്നണിയും താഴെ പോകും. അത് മാത്രമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏക രക്ഷാമാർഗം. ഇടത് വലത് മുന്നണികളെ അകറ്റി നിർത്തിക്കൊണ്ട് ഭാരതത്തിന്റെ മറ്റു സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഒരു ഗവൺമെന്റ് എത്രയും വേഗം കേരളത്തിൽ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഴുവൻ ആൾക്കാരും കടങ്കണിയിലാവുക തന്നെ ചെയ്യും. അപ്പൊ പിണറായി വിജയനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ ഒക്കെ
എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പോകാം, യൂറോപ്പിൽ പോകാം, കുടിയേറി അവിടെ താമസിക്കാം. പക്ഷെ മുഴുവൻ മലയാളിക്കും അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. അതിനുള്ള പണമൊന്നും മുഴുവൻ മലയാളി വിദേശത്ത് കൊണ്ടുപോയി കൂട്ടിവെച്ചിട്ടുമില്ലല്ലോ. ഇതാണ് ഇന്ന് മലയാളി മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം. കേരളത്തെ ബാധിക്കാൻ പോകുന്ന അതിഭീകരമായിട്ടുള്ള ഒരു ഭവിഷ്യത്ത് ഇത് തന്നെയായിരിക്കും. അതേതായാലും മലയാളി മനസ്സിലാക്കിയേ പറ്റൂ. സാറേ, മറ്റൊന്നാണ് ഇപ്പോ കിലുക്കം എന്ന് പറയുന്ന സിനിമയില് ഇന്നസെന്റ് അവതരിപ്പിച്ച കിട്ടുണ്ണിയേട്ടൻ ലോട്ടറി അടിക്കുന്ന ഒരു രംഗം വരുന്നുണ്ട്. അതില് രേവതി ഓരോ നമ്പറുകൾ പറയുമ്പോൾ ഇത് ഞാൻ കുറെ കേട്ടിരിക്കുന്നു, ഇത് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറയുന്നത് അവസാനം ബോധം കെട്ട് വീഴുന്ന രീതി. അത്തരത്തിൽ മലയാളികൾ ഒന്നടങ്കം ഇടുന്ന ഒരു കമന്റ് ആണ് പൊതുവെ ഇത്തരത്തിലുള്ള വാർത്തകൾക്കൊക്കെ താഴെ വരുന്നതാണ്. ഇത് നമ്മൾ ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്നു. പിണറായി വിജയനായാലും മറ്റൊട്ടേറെ ആളുകൾക്കെതിരെ അതിഗുരുതരമായിട്ടുള്ള രാജ്യദ്രോഹപരമായിട്ടുള്ള സ്വർണ്ണക്കടത്തിലടക്കമുള്ള ആളുകളുടെ ആ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ വന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. ഇതിന് പിറകിലൊക്കെ രാഷ്ട്രീയ കളികളാണ് എന്ന് പറയുന്ന ഒരു ആരോപണം. ആ ആരോപണത്തെ ഇപ്പൊ ഇതിലും കമന്റ് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് സർ നോക്കിക്കാണുക? ഈ ആരോപണം കേരളത്തിലെ മലയാളികളുടെ അനുഭവത്തിൽ നിന്നാണ് വരുന്നത്. ഇവിടെയും അങ്ങനെ തന്നെ സംഭവിക്കും എന്നാണ് മലയാളി ഇപ്പോൾ കരുതുന്നത്. എന്നാൽ ഇത്തരം ആരോപണങ്ങൾക്ക് ചില സാങ്കേതികമായ പിൻബലമുണ്ടായിരുന്നു. വ്യക്തമായ തെളിവോടുകൂടി കോടതി പിണറായി വിജയനെ ശിക്ഷിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവിടെയെല്ലാം കോടതി വിധി വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ പിണറായി വിജയന് സാഹചര്യമുണ്ടായി. എന്നാൽ ഇതങ്ങനെയല്ല. ജനുവരി മാസം 20-ാം തീയതി വിധി വരും. ആ വിധി മുഖ്യന്റെ കുടുംബാംഗങ്ങൾക്കും എതിരായിരിക്കും. അതിലാരെങ്കിലും ഒരു കുടുംബാംഗത്തിനെങ്കിലും ഈ വിധി എതിരാണ് എങ്കിൽ ഈ പറഞ്ഞ ധാർമ്മികമായ പ്രശ്നം ഉയർന്നു വരും. അതായത് പിണറായി വിജയന്റെ ഭാര്യയാണെങ്കിലും മകളാണെങ്കിലും ആരുടെ പേരിലാണെങ്കിലും യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളിന് ധാർമ്മികത എന്നൊന്നുണ്ടെങ്കിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലോ ദാസ് ക്യാപിറ്റലിലോ ധാർമ്മികതയില്ല. തികച്ചും ഭൗതികമായ ശാസ്ത്രമാണ്. അതുകൊണ്ട് അവര് ആല് കിളുത്താൽ അതിന്, പണ്ടൊക്കെ പറയും ആല് കിളുത്താൽ തണലാണ്, ഇപ്പൊ ആല് കിളുത്താൽ അതിനെ ഇലിമിനേറ്റ് ചെയ്യും. അതായത് വർണ്ണ ബൾബൊക്കെ ഇട്ട് അലങ്കരിച്ച് കൊണ്ടു നടക്കാനാണ് സാധ്യത. മാത്രമല്ല ഇദ്ദേഹത്തിന് ഒരു മുൻഗാമി ഉണ്ടല്ലോ. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയിട്ടും അധികാരം വിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ജയിലിലിരുന്നു കൊണ്ടും കേരളം ഭരിച്ചാൽ മതി എന്ന് പറയുന്ന മലയാളി, ആ മലയാളി മൈൻഡ് സെറ്റ് ഉള്ളിടത്തോളം കാലം ജയിലിനകത്തിരുന്നു കൊണ്ട് തന്നെ ഈ മുഖ്യമന്ത്രിക്ക് കേരളം ഭരിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇനി ഈ ഒരു വിഷയത്തില് കൂടുതൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ സർ? ഞാൻ എന്റെ ചോദ്യത്തിന്റെ പരിമിതി കൊണ്ട്. അതായത് ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ കള്ളക്കമ്പനി, ആ കള്ളക്കമ്പനി ഒരു കരാറുണ്ടാക്കിയ മറ്റൊരു കമ്പനി, ഈ മറ്റൊരു കമ്പനി എന്ന് പറയുന്നത് കേരളത്തിൽ കുപ്രസിദ്ധമായിട്ടുള്ള കരിമണൽ വ്യവസായത്തിന്റെ അത് കടത്തിക്കൊണ്ടുപോകുന്ന, വിൽക്കുന്ന, വ്യാപാരം നടത്തുന്ന ഒരു കമ്പനി. ആ കമ്പനിയുമായി കൈക്കൂലി ഇടപാട് നടത്താൻ വേണ്ടി മറ്റൊരു കള്ളക്കമ്പനി ഉണ്ടാക്കി, അത് തമ്മിൽ കരാറുണ്ടാക്കി ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ ഇപ്രകാരം ഒരു കൊള്ള നടത്തണമെങ്കിൽ അത് മനസാക്ഷിയില്ലാത്ത, വ്യക്തിത്വമില്ലാത്ത, രാജ്യസ്നേഹമില്ലാത്ത, സമൂഹത്തോട് സ്നേഹമില്ലാത്ത, പ്രതിബദ്ധതയില്ലാത്ത കമ്മ്യൂണിസത്തിന് മാത്രമേ സാധിക്കൂ. കമ്മ്യൂണിസം അധികാരത്തിൽ വന്ന 56 രാജ്യങ്ങളിൽ 52 രാജ്യങ്ങളും തകർന്നു വീണു. കാരണം ഇതേപോലെയുള്ള നിലപാടുകൾ, മനസാക്ഷിയോ ധാർമ്മികതയോ ഒന്നുമില്ലാത്ത നിലപാടുകൾ എടുത്തപ്പോൾ അതാത് രാജ്യത്തെ ജനങ്ങൾ ഇവരെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. അതുപോലെ കേരളത്തിൽ എറിയാതിരിക്കാൻ വേണ്ടി എല്ലാവർക്കും അപ്പക്കഷണങ്ങൾ വാരി വിതറിക്കൊണ്ട് അവരെ എല്ലാം കയ്യിലെടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് നഷ്ടമൊന്നുമില്ല, പക്ഷേ മലയാളിക്ക് നഷ്ടമുണ്ട്. ഇന്ന് മലയാളി നേരിടുന്ന നിരവധിയായ ദുരന്തങ്ങളുടെയും അടിസ്ഥാന കാരണം ഈ പിണറായി കുടുംബം തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ മലയാളി തയ്യാറാകണം എന്ന് മാത്രമാണ് കൂട്ടിച്ചേർക്കാനുള്ളത്. ഓക്കെ, മാന്യ പ്രേക്ഷകരെ, ഈ വരുന്ന 20-ാം തീയതി എന്തായാലും അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള വിധിയെഴുത്ത്, അതല്ലെങ്കിൽ പിണറായി വിജയന്റെ ഭാര്യയായിട്ടുള്ള ഈ പറയുന്ന കമല എന്ന് പറയുന്ന ആ സ്ത്രീക്കെതിരെ, അതെല്ലാം കൂടി ചേർന്ന് പിണറായി വിജയനെതിരെയുള്ള ഒരു വിധിയെഴുത്ത് തന്നെയാണ് വരാനിരിക്കുന്നത്. ഒരു വലിയൊരു ബോംബ് സ്ഫോടനം തന്നെയാണ് വരാനിരിക്കുന്നത്. പക്ഷെ എത്രത്തോളം ധാർമ്മികത, അതല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടുന്ന നമ്മളൊക്കെ പറയുന്ന നാണവും മാനവും ഉളുപ്പും ഇവർക്കൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മലയാളി എത്രയോ വട്ടം കണ്ടത് തന്നെയാണ്. ആസനത്തിൽ ആൽ മുളച്ചാൽ സാറ് പറഞ്ഞ പോലെ അത് അലങ്കരിച്ച് കൊണ്ട് നടന്ന്
നാട്ടുകാരെ ദർശിപ്പിക്കുന്ന ആ ഒരു സ്വഭാവമുള്ള സംസ്കാരമൊക്കെ പേറുന്ന ആളുകൾക്ക് ഒന്നും ആയിരിക്കില്ല. കാരണം അരവിന്ദ് കെജ്രിവാളിന്റെ പറ്റി സാറ് പറഞ്ഞു, അയാൾ ജയിലിൽ ഇരുന്ന് ഭരണം നടത്തിയ പോലെ തന്നെ ഒരു പക്ഷേ പിണറായി വിജയൻ ജയിലിൽ ഇരുന്ന് ഭരണം അഴിമതിക്ക് അയാളുടെ മകളുടെ പേരിലായാലും ഭാര്യയുടെ പേരിലായാലും അയാൾക്കെതിരെ ആരോപണം ഉയർന്നു വന്ന് ഇനി ജയിലിൽ പോയി കഴിഞ്ഞാലും അവിടെ ഇരുന്ന് ഭരിച്ചാലും അയാൾക്ക് സിന്ദാബാദ് വിളിക്കുന്ന രീതിയിലേക്ക് തരം താന്ന് പോയിട്ടുള്ള മലയാളിയുടെ ആ പ്രബുദ്ധത ഇനി മലയാളി തെളിയിക്കേണ്ടത് മലയാളിയുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞു വെക്കട്ടെ. എന്തായാലും ഈ ഒരു വിഷയം ജയസുരൻ സാർ കൃത്യമായിട്ട് പറഞ്ഞു എന്നുള്ള വിശ്വാസത്തോടെ തൽക്കാലം ഈ സെഷനോടെ വൈൻഡപ്പ് ചെയ്യാൻ മറ്റൊരു സെഷനായിട്ട് വീണ്ടും വരുന്നതാണ്. വല്ലാതെ വൈകാതെ തന്നെ ഇപ്പൊ തന്നെ വരുന്നതാണ് ജയസുരൻ സാർ എന്ന് പറഞ്ഞു വെക്കട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.